ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ 2-ലാണ് ഞാനിപ്പോൾ. സഞ്ചാരത്തിലൂടെ മുൻപ് പ്രേക്ഷകർ കണ്ടിട്ടുള്ള ദുബായ് എയർപോർട്ട് ടെർമിനൽ 3-യുടെ ഒരു ഗാംഭീര്യവുമില്ലാത്ത ഒരു ടെർമിനൽ. അങ്ങനെ നിൽക്കെയാണ് ഇയാളെ പരിചയപ്പെട്ടത്. തജിക്കിസ്ഥാൻകാരനാണ്. എന്റെ ഈ യാത്രയും തജിക്കിസ്ഥാനിലേക്കാണ്. നിരവധി ആളുകൾ തിങ്ങി നിറഞ്ഞിരിപ്പുണ്ട് ടെർമിനൽ 2-വിൽ. പലരും ഹജ്ജിന് പോയി മടങ്ങുന്നവരാണ്. പൊതുവെ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലേക്കും മധ്യേഷ്യയിലെ ദരിദ്ര രാജ്യങ്ങളിലേക്കുമെല്ലാമുള്ള വിമാനങ്ങളാണ് ഈ ടെർമിനൽ 2-വിൽ നിന്ന് പുറപ്പെടുന്നത്. വലിയ പരിഷ്കാരമില്ലാത്ത നാടുകളിൽ നിന്ന് വന്നവരാണ് യാത്രികരെന്ന് കാഴ്ചയിൽ നിന്നും വ്യക്തം. ദീർഘമായൊരു കാത്തിരിപ്പാണ് ഇവിടെ എന്റേത്. രാത്രി 12 മണിക്ക് വിമാനം പുറപ്പെടേണ്ടതായിരുന്നു. അവസാന അറിയിപ്പനുസരിച്ച് സൊമോൺ എയറിന്റെ ആ വിമാനം 2 മണിക്ക് പുറപ്പെടുമെന്നാണ് കാണുന്നത്. എന്നാൽ 2 മണിക്കും അത് പുറപ്പെട്ടില്ല. വീണ്ടും ഒരു 2 മണിക്കൂറിന് ശേഷം 4 മണിയോടെയാണ് വിമാനം യാത്രയ്ക്കൊരുങ്ങിയത്. സൊമോൺ എയറിന്റെ വിമാനത്തിനകത്തേക്കു കയറി. എല്ലാ സീറ്റുകളിലും ആളുകളുണ്ട്. ദീർഘമായ കാത്തിരിപ്പിന്റെ അസ്വാസ്ഥ്യം അവരിൽ പ്രകടമാണ്. ഇങ്ങനെയാണ് വിമാനത്തിന്റെ യാത്രാപഥം. ദുബായിൽ നിന്ന് പറന്നുയർന്ന വിമാനം ഇറാന്റെ മുകളിലൂടെ സഞ്ചരിച്ച് തുർക്ക്മെനിസ്ഥാൻ കടന്ന് ഉസ്ബെക്കിസ്ഥാൻ പിന്നിട്ട് തജിക്കിസ്ഥാനിലെ ദുഷാൻബേ പട്ടണത്തിലെത്തും. ഒരു മയക്കം കഴിഞ്ഞ് ഉണരുമ്പോൾ ഒരു പർവ്വതനിരയുടെ മുകളിലൂടെയാണ് വിമാനം പറക്കുന്നത്. ഗിസാർ പർവ്വതനിര. ഉസ്ബെക്കിസ്ഥാനിലും തജിക്കിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് ഗിസാർ. ദീർഘമായൊരു വിമാനയാത്രയാണിത്. താഴെ ഗിസാർ പർവ്വതനിരകൾക്ക് മീതെ വെയിൽ പരന്നിരിക്കുന്നു. പഞ്ഞിത്തുണ്ടുകൾ പോലെ പറന്നു നീങ്ങുന്ന മേഘപാളികൾ. യാത്രയിലുടനീളം ഞാൻ വിമാനത്തിലിരുന്ന് ഉറങ്ങുകയായിരുന്നു. പല ദിവസങ്ങളിലെ ക്ഷീണമുണ്ട്. ഗിസാർ പർവ്വതപ്രദേശം പിന്നിട്ട് വിമാനം ഇപ്പോൾ തജിക്കിസ്ഥാന്റെ തലസ്ഥാനമായ ദുഷാൻബേയുടെ മുകളിലെത്തിയിരിക്കുന്നു. പട്ടണത്തിനു മീതെ കൂടി വളരെ താഴ്ന്നാണ് വിമാനം പറക്കുന്നത്. നഗരത്തിനകത്തു തന്നെയാണതെന്ന് പറയാം. ദുഷാൻബേയുടെ പ്രധാന തെരുവുകളും വാണിജ്യ സ്ഥാപനങ്ങളും വീടുകളുമെല്ലാം താഴെ കാണുന്നുണ്ട്. തജിക്കിസ്ഥാന്റെ തലസ്ഥാനം എന്നതിനൊപ്പം സാമ്പത്തിക, വാണിജ്യ, വിദ്യാഭ്യാസ മേഖലകളുടെ കേന്ദ്രസ്ഥാനം കൂടിയാണ് ദുഷാൻബേ. മധ്യേഷ്യയിലെ മറ്റു രാജ്യ തലസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിസ്തൃതി കുറഞ്ഞ നഗരമാണിത്. 8 ലക്ഷത്തോളം ആളുകൾ ഇവിടെ വസിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലെല്ലാം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ദുഷാൻബേ. പഴയ സോവിയറ്റ് നാടാണ് തജിക്കിസ്ഥാൻ. സ്റ്റാലിന്റെ കാലത്ത് 3 ദശകങ്ങളിൽ സ്റ്റാലിനാബാദ് എന്നാണ് ദുഷാൻബേ അറിയപ്പെട്ടിരുന്നത്. നേരം ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. നിശ്ചിത സമയത്തു നിന്നും 4 മണിക്കൂർ വൈകിയാണ് വിമാനം ദുഷാൻബേയോട് അടുക്കുന്നത്. സൊമോൺ എയർ എന്ന ഞാൻ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിമാനം ഒരു സ്വകാര്യ കമ്പനിയുടേതാണ്. ദുഷാൻബേയാണ് സൊമോൺ എയറിന്റെ ആസ്ഥാനം. തജിക് എയർ ആണ് തജിക്കിസ്ഥാന്റെ ഔദ്യോഗിക വിമാന കമ്പനി. ആഴ്ചയിലൊരിക്കൽ ദുഷാൻബേയെയും ന്യൂഡൽഹിയെയും ബന്ധപ്പെടുത്തി തജിക് എയറിന്റെ വിമാന സർവീസുണ്ട്. എന്നാൽ സൊമോൺ എയർ എല്ലാ ദിവസവും ദുബായ് ദുഷാൻബേ സർവീസ് നടത്തുന്നു. വിമാനം ലാൻഡ് ചെയ്തു. എയർപോർട്ടിന് പുറത്ത് എന്നെ കാത്ത് മലയാളിയായ അംബുരാജയും സുഹൃത്ത് ഷഹ്ബാസുമുണ്ട്. അവരോടൊപ്പം വാഹനത്തിനടുത്തേക്ക് നടന്നു. അംബുരാജ തജിക്കിസ്ഥാനിലേക്ക് ടൂറുകൾ സംഘടിപ്പിക്കുന്ന ഇവിടെ ഓഫീസുള്ള മലയാളിയാണ്. മുൻപേ നടക്കുന്ന ഷഹ്ബാസ് ദുഷാൻബേയിലെ ടൂർ ഗൈഡുമാണ്. ഇവർ ചേർന്നാണ് എനിക്കിവിടെ ചില കാഴ്ചകളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഒരു മിനി വാൻ കാത്തുകിടപ്പുണ്ട്. ഇത് ഡ്രൈവർ ഇസ്ഫാൻ ഡിയർ എന്നാണ് മുഴുവൻ പേര്. എയർപോർട്ടിന് മുന്നിൽ നിരന്നു കിടക്കുന്ന കാറുകൾക്കിടയിലൂടെ ഞങ്ങൾ യാത്ര തുടങ്ങി. ദുഷാൻബേയുടെ പ്രധാന നഗരഭാഗത്തു നിന്നും വലിയ അകലത്തിലൊന്നുമല്ല എയർപോർട്ട്.
സോവിയറ്റ് കാലം അസ്തമിച്ചിട്ട് 1/4 നൂറ്റാണ്ടിലേറെ കഴിഞ്ഞെങ്കിലും ഇന്നാട്ടിലെ ആളുകൾ അതിന്റെ ഓർമ്മകളിൽ നിന്നും മുക്തരായിട്ടില്ലെന്ന് തോന്നും. ശുചീകരണ തൊഴിലാളികൾ രാവിലെ തന്നെ തങ്ങളുടെ ജോലി തുടങ്ങിയിരിക്കുന്നു. അഹമ്മദി ഡോണിഷ് സ്ട്രീറ്റിലൂടെയാണ് കടന്നുപോകുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 124 ചതുരശ്ര കിലോമീറ്ററാണ് ദുഷാൻബെയുടെ ആകെ വിസ്തൃതി. നഗരത്തിന്റെ പ്രധാന ഭാഗവും ജനങ്ങൾ തിങ്ങിവസിക്കുന്ന പ്രാന്തപ്രദേശങ്ങളും ചേർന്നുള്ള കണക്കാണിത്. 2014 കണക്കെടുപ്പ് പ്രകാരം 7,78,000 ജനസംഖ്യ. 1991 വരെയും സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ രാജ്യമായിരുന്നു തജിക്കിസ്ഥാൻ. സോവിയറ്റ് യൂണിയന്റെ തകർച്ച ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ സോവിയറ്റ് നിയന്ത്രണങ്ങൾക്കെതിരെ പ്രക്ഷോഭങ്ങൾ തുടങ്ങിയിരുന്നു. 1991 സോവിയറ്റ് യൂണിയനിൽ നിന്നും തജിക്കിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. രാജ്യത്തെ ഏറ്റവും വലിയ പട്ടണമാണ് ദുഷാൻബെ. ഇങ്ങനെയൊരു നഗരനാമം പോലും അധികം മലയാളികൾ കേട്ടു കാണുകയില്ല. കാർ ഐനി സ്ട്രീറ്റിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുള്ള നഗരം തന്നെയാണ് ദുഷാൻബെ. തജിക്കിസ്ഥാനിലെ ജനസംഖ്യയിൽ 98% മുസ്ലിങ്ങളാണ്. രാജ്യം സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതോടെ അതുവരെ മറവിലായിരുന്ന മതം പൂർവാധികം ശക്തിയോടെ വെളിച്ചത്തേക്ക് വരികയായിരുന്നു. റഷ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും സൊറാഷ്ട്രിയൻ മതക്കാരും ബുദ്ധമതക്കാരുമാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ. ചൈന, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നിവയാണ് തജിക്കിസ്ഥാന്റെ അയൽ രാജ്യങ്ങൾ. 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തെ തുടർന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ തകർക്കാൻ അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും സൈന്യങ്ങൾ തജിക്കിസ്ഥാനെ താവളമാക്കിയത് ഇതുവഴി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓർമ്മയിലെത്തുന്നു. വലതുവശത്ത് ഇക്കാണുന്നത് ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദുഷാൻബെ ആണ്. അത് പിന്നിട്ട് റുഡാക്കി അവന്യൂവിലേക്ക് പ്രവേശിക്കുന്നു. ഇതിവിടുത്തെ സെറീന ഹോട്ടലാണ്, 5 സ്റ്റാർ ഹോട്ടൽ. അത്തരത്തിൽ നിരവധി വലിയ ഹോട്ടലുകളും ആധുനിക മന്ദിരങ്ങളുമെല്ലാം ഉണ്ട് ദുഷാൻബെയിൽ. തണൽ മരങ്ങൾ അതിരിടുന്ന റുഡാക്കി അവന്യൂ. ദുഷാൻബെ നഗരത്തിന്റെ ഏറ്റവും പ്രധാന തെരുവെന്ന് റുഡാക്കി അവന്യൂവിനെ വിശേഷിപ്പിക്കാം. അതിന്റെ ഇരുവശവുമായാണ് നഗരത്തിലെ പ്രധാന മന്ദിരങ്ങളെല്ലാം. മനോഹരമായ ഉദ്യാനത്തിന്റെ അങ്ങേയറ്റത്തു കാണുന്നത് ഇവിടുത്തെ ഓപ്പറ ഹൗസാണ്. അത്തരത്തിലുള്ള നിരവധി ചരിത്ര സാംസ്കാരിക കേന്ദ്രങ്ങൾ റുഡാക്കി അവന്യൂവിന്റെ പരിസരങ്ങളിലുണ്ട്. സോവിയറ്റ് കാലത്ത് ലെനിൻ അവന്യൂ എന്നാണ് ഈ പാത അറിയപ്പെട്ടിരുന്നത്. 1992 തജിക്കിസ്ഥാന്റെ ദേശീയ കവിയായ റുഡാക്കിയുടെ പേര് അവന്യൂവിന് നൽകിയത്. അക്കൗണ്ടിംഗ് ചേംബർ ഓഫ് പാർലമെന്റ് ആണ് ഈ കെട്ടിടം. അത് കടന്ന് ഒരു സ്മാരകത്തിനടുത്തേക്ക് അമീർ ഇസ്മായിൽ സമാനി മോണിമെന്റാണത്. ഇസ്മായിൽ സമാനി എന്നും സൊമോണി എന്നും അറിയപ്പെടുന്ന ഇസ്മായിൽ ബിൻ അഹമ്മദ് 1000 വർഷം മുൻപ് ഈ പ്രദേശത്തെ സമാനിദ് അമീറായിരുന്നു. തജിക്കികളുടെ കലയും ശാസ്ത്രവും തത്വചിന്തയുമെല്ലാം ഏറ്റവും പുഷ്കലമായത് ഇസ്മായിൽ സമാനിയുടെ ഭരണകാലത്താണെന്ന് ചരിത്രം. റുഡാക്കി അവന്യൂവിലൂടെ യാത്ര തുടരുകയാണ്. സോവിയറ്റ് കാലത്തെ കെട്ടിടങ്ങളാണ് ഇരുഭാഗത്തും കാണുന്നത്. 3ഉം 4ഉം നിലയുള്ള കെട്ടിടങ്ങൾ. താഴത്തെ നിലയിൽ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. മുകൾ നിലകളാകട്ടെ അപ്പാർട്ട്മെന്റുകളാണ്. സോവിയറ്റ് കാലത്ത് മറ്റേതൊരു അംഗരാജ്യത്തിലുമെന്ന പോലെ രൂപപ്പെടുത്തിയ തലസ്ഥാന നഗരം. റുഡാക്കി അവന്യൂവിന്റെ ഓരങ്ങളിലെ കെട്ടിടങ്ങൾക്ക് പഴയ കാലത്തേതിൽ നിന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. കെട്ടിടങ്ങളെല്ലാം അതേപടി തന്നെ നിലനിർത്തിയിരിക്കുന്നു. വലതുവശത്ത് ഇക്കാണുന്നത് ഇവിടുത്തെ മുനിസിപ്പൽ ഓഫീസാണ്. പണ്ട് പ്രസിഡന്റിന്റെ കൊട്ടാരവും ഭരണസിരാകേന്ദ്രവുമായിരുന്നു ഇത്. പുതിയ കാലത്ത് പ്രൗഢിയാർന്ന ഒരു പ്രസിഡന്റ്സ് പാലസ് ദുഷാൻബെയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെയെല്ലാം വിശദമായ കാഴ്ചകളിലേക്ക് പിന്നീട് പോകാനാണ് എന്റെ തീരുമാനം. റുഡാക്കി അവന്യൂവിലൂടെ യാത്ര തുടരുകയാണ്. ഇരുവശത്തും മരങ്ങൾ നട്ടുപിടിപ്പിച്ച് സുന്ദരമാക്കിയ അവന്യൂ. 100-ലേറെ മലയാളി വിദ്യാർത്ഥികൾ ഇവിടുത്തെ മെഡിക്കൽ സർവകലാശാലയിൽ പഠിക്കുന്നുണ്ട്. ഇക്കാണുന്നത് ഇവിടുത്തെ അഗ്രോ ബിസിനസ് ഡിപ്പാർട്ട്മെന്റ് കെട്ടിടമാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായുള്ള ഡിപ്പാർട്ട്മെന്റാണത്. അത്തരത്തിൽ നിരവധി സ്ഥാപനങ്ങൾ ഈ അവന്യൂവിന്റെ ഓരങ്ങളിലുണ്ട്.
ഗവേഷണ കേന്ദ്രങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കലാകേന്ദ്രങ്ങൾ തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ. ഇതിവിടുത്തെ ചൈനീസ് എംബസിയാണ്. അത് കടക്കുമ്പോൾ നീലച്ചായം പൂശിയ കെട്ടിടങ്ങളുള്ള വിശാലമായ ഒരു ക്യാമ്പസ് കാഴ്ചയിലേക്കെത്തുന്നു. തജിക്കിസ്ഥാന്റെ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. 1939 തജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാവുന്നത്. 100ഓളം മലയാളി വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ടെന്നതാണ് കൗതുകകരമായ ഒരറിവ്. യൂണിവേഴ്സിറ്റി പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. റുഡാക്കി പാർക്ക് എന്ന അതിവിശാലമായ ഉദ്യാനമാണ് ഇക്കാണുന്നത്. അതിന്റെ അങ്ങേയറ്റത്ത് പ്രസിഡന്റിന്റെ കൊട്ടാരം. ഈ കാഴ്ചകളിലേക്കെല്ലാം പിന്നീട് വരാനുള്ളതുകൊണ്ട് വാഹനം എവിടെയും നിർത്തേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തജിക്കിസ്ഥാന്റെ വടക്കേ അതിർത്തിയിലുള്ള ഖുജന്ത് എന്ന പ്രദേശത്തേക്കാണ് ഇന്നത്തെ യാത്ര. ദീർഘയാത്രയാണ്. വിമാനത്തിൽ നിന്നിറങ്ങി നേരെ വാഹനത്തിൽ കയറി ഖുജന്തിലേക്കുള്ള യാത്ര തുടങ്ങുകയായിരുന്നു. തജിക്കിസ്ഥാനിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് ഖുജന്ത്. മധ്യേഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള നഗരമാണത്. ഇസ്രാവ്ഷാൻ, ഖുജന്ത്, പഞ്ചകേന്ദ്, അർത്തുഷ്, ഇസ്കന്ദർകൂൾ, സരിതാഗ് എന്നിങ്ങനെ തജിക്കിസ്ഥാന്റെ പ്രമുഖമായ പല സ്ഥലങ്ങളും അടുത്ത ഏതാനും ദിവസം കൊണ്ട് കണ്ടു തീർക്കാമെന്നാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പാതയുടെ ഇടതുവശത്ത് വലിയ 3 പുകക്കുഴലുകൾ കാണുന്നു. ഒരു സിമന്റ് ഫാക്ടറിയാണിത്. തജിക്കിസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ സിമന്റ് ഫാക്ടറി. പുതിയ കാലത്ത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കാവശ്യമായ സിമന്റിന്റെ നല്ലൊരു പങ്കും ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സോവിയറ്റ് കാലത്ത് സ്ഥാപിതമായ ഫാക്ടറി. അതിന്റെ ചിത്രമതിൽ കൗതുകമുള്ളൊരു കാഴ്ച. തജിക്കിസ്ഥാന്റെ ചരിത്രം തന്നെയാണ് മതിലിൽ ചിത്രങ്ങളായി ആലേഖനം ചെയ്തിരിക്കുന്നത്. ഈ പ്രദേശത്തുകൂടി വാർസോബ് എന്ന നദി ഒഴുകുന്നുണ്ട്. നദിക്കരയിലാണ് സിമന്റ് ഫാക്ടറി. ഇനി വാർസോബിന്റെ തീരത്തുകൂടി ഞങ്ങൾക്ക് കുറേ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. പിന്നെ കൂറ്റൻ പർവ്വതനിരകളെ കുറുകെ കടക്കണം. ഗിസാർ, തുർക്കിസ്ഥാൻ തുടങ്ങിയ മൗണ്ടൻ റേഞ്ചുകളാണത്. പർവ്വതനിരകളുടെ നാടാണ് തജിക്കിസ്ഥാൻ. പർവ്വതനിരകളെ മുറിച്ചു കടന്നെത്തുന്ന സമതല പ്രദേശത്താണ് എന്റെ ഇന്നത്തെ ആദ്യ ലക്ഷ്യസ്ഥാനമായ ഖുജന്ത്. ഇന്ന് ഞാൻ രാപ്പാർക്കുന്നതും ആ പട്ടണത്തിൽ തന്നെയാണ്. ദുഷാൻബെയിൽ നിന്നും ഖുജന്തിലേക്ക് 300 കിലോമീറ്റർ ദൂരമുണ്ട്. പർവ്വതനിരകളിലൂടെയുള്ള യാത്രയായതിനാൽ 5.5 മണിക്കൂർ വരെയെടുക്കും ആ പട്ടണത്തിലെത്താൻ. ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റേഷനാണ്. ഞാൻ പോകുന്ന ഖുജന്ത് ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലകളിലേക്ക് ബസ്സുകളും മിനി ബസ്സുകളും ടാക്സികളുമെല്ലാം പുറപ്പെടുന്ന സ്റ്റേഷൻ. അത് കടന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. ദുഷാൻബെയുടെ പ്രാന്തഭാഗങ്ങളാണ് ഇത്. ചെറുമരങ്ങളുടെ പച്ചപ്പുള്ള പ്രദേശങ്ങൾ. കുറച്ചുകൂടി ചെല്ലുമ്പോൾ പച്ചപ്പ് അശേഷമില്ലാത്ത പർവ്വതനിരകളിലൂടെയാവും യാത്ര. ഹിമാലയത്തിന് സമാനമായ പർവ്വതനിരയാണത്. പിൻസീറ്റിൽ ഷഹബാസും അംബുരാജയും ഇരിപ്പുണ്ട്. ഷഹബാസിന് ഇംഗ്ലീഷ് അറിയാം. അംബുരാജ വർക്കല സ്വദേശിയാണ്. വർഷങ്ങളായി ഖസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ തുടങ്ങിയവിടങ്ങളിലേക്ക് ടൂറുകൾ സംഘടിപ്പിക്കുന്ന കമ്പനി നടത്തുന്നു. ഡൽഹി ആസ്ഥാനമാക്കിയാണ് അംബുരാജയുടെ കമ്പനിയുടെ പ്രവർത്തനം. നിരവധി ടൂറിസ്റ്റുകളെ അദ്ദേഹം മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. യാത്ര തുടരുമ്പോൾ ഭൂപ്രകൃതി സാവധാനം മാറിവരുന്നത് കാണാം. വാർസോബ് നദി ഇടതുവശത്തുകൂടി ഒഴുകുന്നുണ്ട്. നദിക്കക്കരെ ചെറിയ ഗ്രാമങ്ങൾ. ഇവിടെയുള്ള ഗ്രാമങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദുഷാൻബെ പട്ടണവാസികൾ ഒരു ദിവസത്തെ അവധിദിനം ചെലവിടാനും സായന്തനത്തിലെ ഒഴിവു സമയം ആസ്വദിക്കാനും മറ്റും വന്നു ചേരുന്ന ഗ്രാമങ്ങളാണത്. പ്രാദേശിക ഭക്ഷണം കഴിക്കുകയാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഇവിടെ ചെറിയൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുണ്ട്.
അത്തരത്തിലുള്ള ധാരാളം ചെറു പവർ സ്റ്റേഷനുകൾ ഈ യാത്രയിൽ കാണാം. പർവ്വതമേഖലയായതിനാൽ ചെറുനദികളിൽ ഡാം നിർമ്മിച്ച് ചെറു പവർ പ്ലാന്റുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇസ്ഫാൻ ഡിയർ എന്നാണ് എന്റെ ഈ ഡ്രൈവറുടെ പേര്. ഇംഗ്ലീഷ് ഒട്ടുമറിയാത്ത ഒരു തജിക് യുവാവ്. ഇസ്ഫാനുമായുള്ള ആശയവിനിമയം ഷഹബാസ് വഴിയാണ്. അംബുരാജിക്ക് ഇവിടുത്തെ ഭാഷ അല്പമൊക്കെ വശമുണ്ട്. ഓരോ സ്ഥലപ്പേരും ഇസ്ഫാന് കൃത്യമായി അറിയാമെന്നതാണ് ഒരാശ്വാസം. സ്ഥലം ഏതാണെന്ന് ഞാൻ പിന്നിലിരിക്കുന്ന ഷഹബാസിനോട് ചോദിക്കും. ഷഹബാസ് അത് തജിക് ഭാഷയിൽ ഇസ്ഫാനോട് ചോദിക്കും. ഇസ്ഫാൻ ഷഹബാസിനോട് മറുപടി പറയും. ഷഹബാസ് അതെനിക്ക് തർജിമ ചെയ്ത് തരികയും ചെയ്യും. ഇങ്ങനെയാണ് സ്ഥലപ്പേരും അവിടുത്തെ പ്രത്യേകതകളും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ചെന്നപ്പോഴേക്കും ഗിസാർ മൗണ്ടൻ റേഞ്ചിന്റെ കാഴ്ചകൾ കൂടുതൽ വ്യക്തമായി തുടങ്ങി. മലഞ്ചെരുവുകളിൽ ചെറുഗ്രാമങ്ങൾ, പർവ്വതങ്ങളിലേക്ക് പടർന്നു കയറുന്ന ചെറുപച്ചപ്പ്. വടക്കും തെക്കും തജിക്കിസ്ഥാനെ വേർതിരിക്കുകയാണ് ഗിസാർ മൗണ്ടൻ റേഞ്ച്. ലോകത്തെ തന്നെ ഏറ്റവും വലിയവയുടെ ഗണത്തിലുള്ള പർവ്വതനിരകളും ഇതിൽ ഉൾപ്പെടുന്നു. ജനവാസം അസാധ്യമായ പരുക്കൻ പർവ്വതമേഖലയാണിതെന്ന് ധരിക്കരുത്. ഒട്ടേറെ ചെറുഗ്രാമങ്ങൾ ഈ മലമടക്കുകളിലുണ്ട്. അതിപുരാതനമായ സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലായിരുന്നു ഈ പർവ്വത പ്രദേശങ്ങൾ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് വരെ ഈ പർവ്വതമേഖലയിലൂടെ കടന്നുപോയിട്ടുണ്ട്. മുഗളന്മാർ ഉൾപ്പെടെയുള്ള സാമ്രാജ്യസ്ഥാപകരുടെ വേരുകൾ ഈ പ്രദേശങ്ങളിൽ ചിതറിക്കിടക്കുന്നു. വലിയ കീഴടക്കലുകളുടെയും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപുള്ള പടയോട്ടങ്ങളുടെയുമെല്ലാം കഥകൾ ഉറങ്ങുന്ന പർവ്വതമേഖല. 4000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ മേഖലയിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇന്നത്തെ തജിക് ജനതയുടെ ആദിപിതാക്കളായിരുന്ന ഇൻഡോ യൂറോപ്യൻ ഗോത്രങ്ങളായിരുന്നു അക്കാലത്ത് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. അതിപുരാതനമായ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളും നഗരാവശിഷ്ടങ്ങളും ഈ പർവ്വതനിരകളിൽ പലയിടത്തും കണ്ടെത്തിയിട്ടുണ്ട്. ലോക നാഗരികതയ്ക്ക് തന്നെ വലിയ സംഭാവനകൾ നൽകിയ ചരിത്ര സ്ഥലികളിലൂടെയാണ് ഇനിയുള്ള ഏതാനും ദിവസങ്ങളിൽ ഞാൻ കടന്നുപോകുന്നത്. വരണ്ട പർവ്വതങ്ങൾ, മാനം മുട്ടെ ഉയർന്നു നിൽക്കുകയാണവ. ചിലതിന്റെ നെറുകയിൽ ഇപ്പോഴും മഞ്ഞുറഞ്ഞു നിൽക്കുന്നുണ്ട്. വേനലിന്റെ മൂർധന്യത്തിലാണ് എന്റെ ഈ സഞ്ചാരം. ഈ സമയത്തും ഇവിടുത്തെ പല പർവ്വതങ്ങളും മഞ്ഞു പുതഞ്ഞു കിടക്കുകയാണ്. വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പർവ്വതമുടികൾ ഉണ്ടെന്നതാണ് ഈ മൗണ്ടൻ റേഞ്ചിന്റെ പ്രത്യേകത. വാർസോബ് നദിയുടെ തീരം ചേർന്നാണ് യാത്ര. പച്ചപ്പ് കൂടുതലായി കാണുന്നത് നദിയുടെ ഓരങ്ങളിലാണ്. ദുഷാൻബെയിലെ സമ്പന്നരുടെ നിരവധി അവധിക്കാല വസതികളുണ്ട് ഈ പ്രദേശങ്ങളിൽ. വേനലിൽ ഏറ്റവും സുഖകരമായ കാലാവസ്ഥയുള്ള പ്രദേശമാണിത്. നഗരത്തിരക്കുകളിൽ നിന്നകന്ന് 1-2 ദിവസം ചെലവിടാൻ ആളുകളെത്തുന്ന ഗ്രാമങ്ങൾ വാർസോബിന്റെ കരയിൽ ധാരാളമുണ്ട്. നിരവധി ചെറു റെസ്റ്റോറന്റുകളുള്ള ഗ്രാമങ്ങൾ. വിദേശികളല്ല അവിടെയൊന്നും സഞ്ചാരികളായി എത്തുന്നത്. ദുഷാൻബെയിൽ നിന്നുള്ള തജിക്കുകൾ തന്നെയാണ്. ദാഷേകൾ എന്നറിയപ്പെടുന്ന ചെറു ബംഗ്ലാവുകളാണ് ഗ്രാമങ്ങളിലെ മറ്റൊരു കാഴ്ച. സമ്പന്നരുടെ അവധിക്കാല വസതികളാണ് ദാഷേകൾ. നഗരത്തിൽ വീടുള്ളവർ തന്നെയാണ് ഇത്തരം ഗ്രാമങ്ങളിൽ ഒരു ദാഷെ സ്വന്തമാക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ വാർസോബ് പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ പട്ടണത്തിലൂടെ ഒഴുകുന്നതുകൊണ്ടാണ് നദിക്കും വാർസോബ് എന്ന പേര് ലഭിച്ചത്. വരണ്ട പർവ്വതങ്ങളുടെ ചെരുവിൽ പച്ചപ്പിന്റെ പട്ടണമാണ് വാർസോബ്. സുഖവാസ കേന്ദ്രം എന്ന നിലയിൽ തജിക്കിസ്ഥാനിലെങ്ങും പ്രസിദ്ധമാണ് വാർസോബ് പട്ടണം. സമ്പന്നർക്ക് മാത്രമല്ല, ഭരണാധികാരികൾക്കും ഒഴിവുകാല വസതികളുണ്ട് ഈ പട്ടണത്തിൽ. ഇടതുവശത്ത് അക്കാണുന്നത് പ്രസിഡന്റിന്റെ വേനൽക്കാല വസതിയാണ്. ഇവിടെ വാർസോബ് എന്നൊരു ജില്ലയുണ്ട്. അതിന്റെ ആസ്ഥാനം കൂടിയാണ് വാർസോബ് പട്ടണം. 3000 ആളുകളാണ് വാർസോബിൽ സ്ഥിരവാസികളായുള്ളത്. മലമടക്കുകൾക്കിടയിൽ വാർസോബിൽ ഒരു തടാകമുണ്ട്. വാർസോബ് ലേക്ക് എന്നാണ് അതറിയപ്പെടുന്നത്. വാർസോബ് പട്ടണം കഴിയുന്നതോടെ ശരിക്കുമുള്ള മലകയറ്റം തുടങ്ങുകയായി. ഒട്ടും വിരസമല്ല ഈ യാത്ര. നല്ല പാതയാണെന്നതാണ് അതിനൊരു കാരണം. വൃത്തിയുള്ള പാത. വിവിധ രാജ്യങ്ങൾ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി തജിക്കിസ്ഥാനെ സഹായിക്കുന്നുണ്ട്.
തജിക്കിസ്ഥാന്റെ ഭൂഭാഗത്ത് വാലുപോലെ വടക്കോട്ട് നീണ്ടുകിടക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് എന്റെ യാത്ര. ഖുജന്ത് പോലുള്ള പട്ടണങ്ങൾ അവിടെയാണ്. കിർഗിസ്ഥാൻ എന്ന രാജ്യത്തിനകത്തേക്ക് കയറിക്കിടക്കുന്ന തജിക് പ്രദേശമാണ് ഖുജന്ത്. അതുകൊണ്ട് തന്നെ തന്ത്രപ്രധാനമായ ഒരു പട്ടണം കൂടിയാണത്. ഖുജന്ത് ഉൾപ്പെടെയുള്ള കൗതുകങ്ങളുടെ കലവറകളായ തജിക് പ്രദേശങ്ങളിലേക്ക് ഞങ്ങൾ ദീർഘയാത്ര തുടർന്നു.